2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുമില്ല. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. 2019 സ്വർണം പൂശാൻ നൽകിയത് 12 ചെമ്പുപാളികളാണെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഇക്കാര്യം അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ശരിവെക്കുന്നു. അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. എന്നാൽ ഇത് ചെമ്പുപാളികളല്ലെന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ തെളിവുകളില്ല. ദാരുശില്പത്തിൽ നിന്ന് പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ചെമ്പുപാളികളെന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42.8 കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോ കുറഞ്ഞു. 1998-നും 2019-നും ഇടയിൽ എന്തു സംഭവിച്ചുവെന്നതിലും ദുരൂഹത ബാക്കി. ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണെന്ന് മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പറഞ്ഞു. ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്. അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെല്ലാം പണപ്പിരിവ് നടത്തി? യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയോ? ഇടനിലക്കാർ വേറെയുണ്ടോ? ശബരിമലയിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കാനെടുത്ത 30-ലേറെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എവിടെയായിരുന്നു? ചോദ്യങ്ങളേറെ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.